ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളെ പറ്റിക്കാനായിട്ട് പോവാണ്. വേറെ ആരെയല്ല, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാമ്മയുടെ കാര്യം. അപ്പോൾ എൻ്റെ ഉമ്മാമ്മയെ ഉപ്പായും ഞാൻ പറ്റിക്കാനായിട്ട് പോവാണ്. ഇന്നലെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആ മോ ഇവിടെ വരാതെ പോയാ, പക്ഷേ അവൻ വരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച്. ഞാൻ എപ്പോൾ വന്നാലും അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോഴത്തേക്ക് അവരങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ വാ, അവൻ ഞാൻ പിന്നെ പോയി കണ്ടോളാം, അങ്ങനെ എന്തോ സ്കീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് ആളറിയാത്ത രീതിക്ക് പോയിട്ടൊന്ന് പറ്റിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അക്കുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോകാം. കല്ലറയുടെ സ്ഥലം കേട്ടാ, ഇവിടെ ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് വേണം. അപ്പോൾ നമ്മളിപ്പോൾ കല്ലറയാണ് നിൽക്കുന്നത്. ഒരു ബുക്കും ഒരു പേനയും മേടിക്കുന്ന കാര്യം, ഞാൻ സർവേക്ക് വന്ന ഒരാളായിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മമാരെ വീട്ടിലോട്ട് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഒരു ബുക്കും പേനയും മേടിച്ചിട്ട് വരാം. ഇതാണ് ഫാത്തിമ, കല്ലറത്തെ ഫാത്തിമ. കേസ് അങ്ങനെ നമ്മളൊരു ബുക്ക്, ഒരു പേന, 2 മാസ്കും മേടിച്ച് വെച്ചിട്ടുണ്ട്, ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി നേരെ ഉമ്മാമാരെ അങ്ങോട്ട് പോവാം. കേസ് ഇതാണ് എൻ്റെ കുഞ്ഞുമാരെ വീട്. ഉമ്മാമാരെ വീട് അപ്പുറത്താണ്, അവിടെ പോയിട്ട് വരാം. കേസ് അങ്ങനെ നമ്മൾ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യാം. അതിങ്ങെടുത്തു മാസ്ക്, ബുക്ക്, പേന. പിന്നെ തിരിച്ചറിയോടെ അവർക്ക് പിന്നെ എങ്ങനെയൊക്കെ പോയി. അതിൻ്റെ സൗണ്ട് ഇപ്പോൾ ഗേസ് വയ്യ കേട്ടോ. സൗണ്ടും കൂടെ അടഞ്ഞിരിക്കണോണ്ട് പെട്ടെന്നൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അറിയോ? ഇല്ലല്ലേ, അറിയില്ലല്ലേ? ഓക്കെ, ഡണ്ണ്. വാ, ചെറിയൊരു വഴി കയറി വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഓ, മാസ്ക് കൂടെ വെച്ചേക്കുന്നോണ്ട് ഭയങ്കരമായിട്ട് ശ്വാസം വിടാൻ പാട് കേട്ടോ. എടീ, എന്നെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ അല്ലേ? അത് മതി. കണ്ട് ഈ കാണുന്നതാണ് വീട് കേട്ടോ. ആണ് വീട്. ഹെൽത്തി എന്നാണെന്ന് പറയാം. ഇല്ല ഇല്ല, എനിക്ക് കട്ടിയണ്ടാവാ. എത്ര ഇതാണ് വീട്. ആളുണ്ടോ? ഹെൽത്തി എന്നാണേ. ഹെൽത്തിന്ന്. പേരെന്തായിരുന്നു? സ്മോക്കിംഗ് എന്തോ? കൊറോണ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും മാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. എത്ര പേരുണ്ട് ഇവിടെ? അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എത്ര വയസ്സുണ്ട്? 71. ഇവിടെ 88. നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ താമസം? വെള്ളമൊക്കെ വൃത്തിയാണോ? ഓക്കെ. വേറെ ആൾക്കാരും ഇല്ല? എന്തേലും ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഒന്നും വന്നിട്ടില്ല? ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ അതിന് പറഞ്ഞു ഉമ്മച്ചി കള്ള പറഞ്ഞല്ലോ. ഉമ്മച്ചി കള്ള പറഞ്ഞല്ലോ. പിന്നെ വന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി പറഞ്ഞു പോയെന്ന് മുടിയാ. നിങ്ങളെ തൊപ്പി പറ്റി നിങ്ങളെ പറ്റിക്കാനായിട്ട് തൊപ്പി വെച്ചപ്പോഴത്തേക്കിന് നിങ്ങൾ എന്ത് വിചാരിച്ചു? ഞാൻ പോയെന്ന് വിചാരിച്ചാ? അടുപ്പൊക്കെ ഇട്ടുവാണ്. ഗേസ്, പിന്നെ ഒരു കാര്യം, ഇവിടെ അടുപ്പ് ഇട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അടുപ്പ് കത്തിക്കാത്തത്? ആഹാരം ഉണ്ടാക്കി തരണം, മക്കൾക്ക് ആവശ്യമുള്ള ആഹാരം ഉണ്ടാക്കി തരാനായിട്ട് ഞാൻ ഇതങ്ങനെ അവര് പുതിയ ഇതാണ് പുതിയ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്ന് കത്തിക്കുന്ന ഇത് കൊള്ളാല. ഇതുപോലെ എനിക്ക് കരി എഴുതി തരൂ.
തരാം ഒരു കാര്യം ചെയ്യാം. വെള്ളം കലക്കി നല്ല മാറ്റം വാങ്ങിച്ചോണ്ട് വരും. ഇന്ന് എവിടെ പോണേ ഒന്നും വേണ്ട, ഒന്നും പേടിക്കണ്ട. അല്ല ഞാൻ ബിരിയാണി പറയുന്നതിനപ്പുറത്തോട്ട് നീ ശരി ശരി എന്റെ ശരി. കൊച്ചിനെ പൊരിച്ച് കൊടുക്കണം. ഞാൻ പോയി ഒന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അയ്യേ ഈ എന്തിപ്പാ നിങ്ങളെ സന്തോഷായോ? ഞാൻ നിങ്ങളെ കാണാതെ പോവൂ. മക്കളെ പോകാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇവിടെ പറഞ്ഞു എങ്കിലും നമ്മളെ കാണാൻ മക്കളെ അങ്ങനെ പോവൂ. അങ്ങനെ പോവാൻ പറ്റുമോ? എങ്ങും പോയി നാളെ വരണം. നാളെ ഇങ്ങ് വരും. നാളെ ഇവിടെ തന്നെ. നാളെ വരണം. അടുപ്പ് തീ പിന്നെ പറ്റിക്കാം. നാളെ മക്കളിഞ്ഞ് വരണം. മക്കളും മറ്റും മോനെ കൂടെ കൊണ്ടുവരണം. മോനെ കൂടെ കൊണ്ടുവരണം. വിശ്വസിച്ച ഞാൻ വിശ്വസിച്ച് നോക്കണേ. അതാണ് എന്റെ ഉമ്മാണ് ഞാൻ വിശ്വസിച്ച്. ഞാൻ അറിഞ്ഞില്ല. മുഖംമൂടിയൊക്കെ ഇട്ടോണ്ട് വന്നപ്പോഴത്തേക്ക് അതാണ് അതാണ് അല്ലവനെ അത് ഇങ്ങനെ എത്തിയതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനേ എന്താ പറയണ, ഞാൻ ഇന്നലെ ഉമ്മടുത്ത് പറഞ്ഞു, ഉമ്മ വിളിച്ച് പറ ഇതിനൊക്കെ ഞാൻ പോയെന്ന് പറ. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചില്ല ആദ്യം. അല്ലാതെ ഞാൻ പറഞ്ഞു പുള്ള വരാതെ പൊക്കണം ചെല്ലെന്ന് ഞാൻ ഇവിടെ പറയുകയും ചെയ്തു. അപ്പൊ ഇന്നലെ ഉമ്മ എന്റെ കൂടെ ചോദിക്കുകയും ചെയ്തു, വാപ്പ ആദ്യം വന്നിട്ട് നിങ്ങളെ കണ്ടില്ലേന്ന് ചോദിച്ചു. റോഡിൽ വന്നെന്ന് പറഞ്ഞു. അവർ ഞാനീ അറിയുന്നു എന്ന് പറഞ്ഞു. എന്റെ പൊന്നു മോനെ നീ സന്തോഷായി സന്തോഷായി സന്തോഷായി. അത് മതി, അത് കേട്ടാ മതി. അതാണ് നമ്മളുണ്ട്. കൊള്ളാം. കുഞ്ഞോടെ കയറിയ കുഞ്ഞാടെ കേട്ടില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് വരണേ. ഓ ആദ്യമായിട്ടാണ് നിങ്ങൾ കരയണ ഞാൻ കാണുന്നത്. ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സന്തോഷം കൊണ്ടാണ് ഇനി കണ്ണീർ വരുന്നത്. എന്റെ ആവശ്യമൊന്നുമില്ല. മക്കളെ പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും ഞാനായിരിക്കല്ലോ ഉണ്ടല്ലോ. എന്നെ അറിഞ്ഞത് ഞാൻ 2 ദിവസം വിളിച്ചപ്പോഴേക്കും മക്കള് തിരക്കിലാണെന്ന് അറിഞ്ഞു, മറ്റു കോളിലാണെന്ന് പറഞ്ഞു. അതിനെ കൊണ്ട് പിന്നെ ഞാൻ ഇന്ന് വിളിക്കാം. പണ്ടൊക്കെ നമ്മൾ ഈ വീട്ടിൽ വരുമ്പോഴത്തേക്ക് 5 രൂപയും 10 രൂപയും ഒക്കെ തരുന്നത് നിങ്ങൾ തന്നെയായിരുന്നു. 5 രൂപ അതാണ്. മക്കൾക്ക് എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ തരും. പറ്റില്ലാതൊരു വാക്ക്. ഇപ്പൊ തരും. ഞാനില്ലെങ്കിൽ ഉമ്മ തരും. ആപ്പിമാരും കേട്ടാ. എനിക്ക് എന്തൊരാവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 പേരുണ്ട്. ഈ 4 പേർക്ക് എന്തൊരാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് കിട്ടും. അതെ. ഞാൻ എന്താ പറഞ്ഞ, എനിക്ക് വീടല്ലെങ്കിൽ ഇവിടെ വന്നിങ്ങനെ നിക്കാം അല്ലേ? എന്നെ നോക്കൂലേ മക്കളെ? ഞങ്ങൾ രണ്ടുപേരും മരണ കാലം വരെ മക്കളെ നോക്കും. അത്രേ ഉള്ളു. എനിക്കത് മതി. അത് കഴിഞ്ഞ് ഞാൻ വേറെ എവിടെയെങ്കിലും പോകാം. 3 സെന്റ് നിങ്ങൾക്ക് 4 പേർക്കാണ്. 1 സെന്റ് എനിക്ക് ബാക്കി 3 സെന്റ് ഇവിടെ ഉണ്ട്. 4 പേർക്കും കൂടെ 4 പേർ കൂടെ ഉള്ളതാണ് ഈ 3 സെന്റ്. 3 സെന്റ് അത്രേ ഉള്ളു. നിങ്ങൾക്ക് 4 പേർക്കും കൂടെ ഉള്ളതാണ്. ആർക്കും കൊടുക്കാം. ഏക്കറാണ്. 4 ഏക്കർ ഉള്ളതാണൊക്കെ പറയുന്നത്. 3 സെന്റ് നിങ്ങളുടെ 4 പേർക്കുള്ളതാ. എത്രയും ഉണ്ടാക്കി തന്നല്ലോ. ഉണ്ടാക്കി ഒന്നും നശിപ്പിച്ചളഞ്ഞില്ലല്ലോ. ഇല്ല. അതാണ് അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഹാപ്പിയായി. ഇതപ്പോ ഇതൊക്കെയാണ് എന്റെ ഉമ്മാടെ ഉമ്മായും എന്റെ ഉമ്മാടെ വാപ്പായും. ഇതൊക്കെ യൂട്യൂബിൽ വരും കേട്ടാ. ഇതൊക്കെ വരും. ആൾക്കാർ കാണും കരഞ്ഞതൊക്കെ. കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കരഞ്ഞിരിക്കണം. ഗെയ്സ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എത്തേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു ഗെയ്സ്. അപ്പൊ എന്തായാലും പറഞ്ഞ ഒരു വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ചി വ്ളോഗായിട്ട് കാണാം. ഇനി എന്തെങ്കിലും ഉടനെ ബുക്ക് ക്യാമ്പിലോട്ടൊക്കെ പോകുന്നതായിരിക്കും. അപ്പം ബൈ ഗെയ്സ്, ലവ് യു ഓൾ, ടാറ്റാ.